ഈ നാട്ടിലെ മാനത്തെ ഹൂറി എന്ന ഗാനം യൂസഫ് അലി കേച്ചേരിയുടെ രചനയാണത്. ഈ ഗാനവും ഞാൻ ദാസേട്ടന് വേണ്ടി ട്രാക്ക് പാടിയതായിരുന്നു. അങ്ങനെ അതൊരു അന്നൊക്കെ അറിയാമല്ലോ, ലൈവ് ഓർക്കസ്ട്രയിലാണ് അന്ന് പാടുന്നത്. അപ്പോൾ അതൊരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സോങ്. ആ സോങ് പാടാൻ ഒരുപാട് സമയമെടുത്തു അത്. കാരണം അനവധി ഓർക്കസ്ട്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നൊട്ടേഷൻസൊക്കെ കൊടുത്തിലും കൺഫ്യൂഷനും റിതംസിൻ്റെ ഒരു ചേഞ്ചസും എല്ലാം കൂടി കുറേ നേരം, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 മണിക്കൂർ എടുത്തു ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെ അത് ട്രാക്ക് പാടിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നു. പക്ഷേ ഇത് ഞാൻ അറിയുന്നുണ്ടല്ല, സിനിമ വന്ന സമയത്ത് എൻ്റെ വോയിസ് ആയിരുന്നു അതിൽ കേട്ടിരുന്നത്. ഞാൻ ദാസേട്ടൻ പാടിയെന്നാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ വോയിസിലാണ് അത് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ ഗാനവും എനിക്ക്, പക്ഷേ ഞാൻ പാടിയതാന്ന് പലർക്കും അറിയില്ലായിരുന്നു. ടൈറ്റിലൊന്നും എൻ്റെ പേരുണ്ടായിരുന്നില്ല. ഡിസ്കിൽ പോലും ദാസേട്ടൻ്റെ പേരാണ് ഇട്ടിരുന്നത്. അങ്ങനെ ആ ഗാനവും എൻ്റെ ക്രെഡിറ്റിലായി. അപ്പോൾ ഓരോ പാട്ടിൻ്റെയും പിന്നിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചരിത്രങ്ങളുണ്ടെന്ന് പറയും. മനസ്സുണർത്തിയ ബീവി മുത്തമൊന്നു തരുവാൻ ഞാൻ എത്ര നാളായി കൊതിക്കുന്നു. മുത്തേ മുഹബത്തിന്റെ തത്തേ, മുത്തേ മുഹബത്തിന്റെ തത്തേ, മാനത്തെ ഊരി പോലെ വരുന്ന തിര പോലെ. അമ്പിളി മണവാട്ടി എന്ന് പറയുന്ന ഒരു പാട്ട്, ഒരു പ്രത്യേക സീക്വൻസ് ഉണ്ട് അതിനകത്ത്. ഈ മദ്യദുരന്തം ആ ദുരന്തം അതിനകത്ത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുമുമ്പ് അതൊരു കോമഡി, ഒരു ഹാപ്പി പോർഷനായിരുന്നു. ഇരുമയാണെന്നാലും മനമൊന്നായി മരണം വരെയും നിങ്ങൾ പിരിയാതെ. ഇരുമയാണെന്നാലും മനമൊന്നായി മരണം വരെയും നിങ്ങൾ പിരിയാതെ. ഇരുമയാണെന്നാലും മനമൊന്നായി മരണം വരെയും നിങ്ങൾ പിരിയാതെ. അപ്പം നീ അവൾ കേൾക്കാൻ മറക്കാതെ, വസ്ത്രം നീയോടൊപ്പിക്കാൻ മടിക്കാതെ. അപ്പം നീ അവൾ കേൾക്കാൻ മറക്കാതെ, വസ്ത്രം നീയോടൊപ്പിക്കാൻ മടിക്കാതെ. ആശ നിരാശകളെ ആജീവനാന്തവും പങ്കിട്ടു വാഴണം എന്നാളും. ആശ നിരാശകളെ ആജീവനാന്തവും പങ്കിട്ടു വാഴണം.